യഥാർത്ഥത്തിൽ നമ്മൾ കരുതുന്നത് പോലെയാണോ കേരളം? ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ലേബലിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരമായൊരു യാഥാർത്ഥ്യം ഇന്ന് പുറത്തു വരികയാണ്. വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല ഇത് പറയുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ DGP 3 പതിറ്റാണ്ടിലേറെ കാലം കേരള പോലീസിന്റെ തലപ്പത്തിരുന്ന് ഇവിടുത്തെ കുറ്റകൃത്യങ്ങളുടെ നാടിയും ഇടിപ്പറഞ്ഞ ശ്രീലേഖ അവർ വെളിപ്പെടുത്തിയത് കേട്ട് കേരളം ഞെട്ടിയിരിക്കുകയാണ്. ലവ് ജിഹാദ് ഇവിടെയുണ്ട്, അത് സത്യമാണ് എന്ന് അവർ വിളിച്ചു പറയുമ്പോൾ ഇത്രയും കാലം അത് വെറും മിഥ്യയാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച ഇടത് വലത് മുന്നണികൾക്ക് മറുപടി ഇല്ലാതാകുന്നു. എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ അപ്രത്യക്ഷരാകുന്നു? എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തുന്ന മാതാപിതാക്കൾ ഓടിക്കപ്പെടുന്നു? 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളെ പോലും പുരോഗമനത്തിന്റെ പേരിൽ വിട്ടുകൊടുക്കുന്ന സർക്കാരിന്റെ താല്പര്യം എന്താണ്? കേരളം ഒരു തീവ്രവാദ പരീക്ഷണശാലയാവുകയാണോ? നമുക്കെല്ലാം തന്നെ വിശദമായി പരിശോധിക്കാം. വെറുതെ വിവാദം എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒന്നല്ല ഇത്. നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് കേരളത്തിൽ ഈ പറയുന്ന നവോത്ഥാന നായകരെ കുറിച്ചാണ്. സ്ത്രീ സമത്വത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന CPM-ഉം കോൺഗ്രസും ഒന്നാലോചിച്ച് നോക്കൂ. ഈ രണ്ട് പാർട്ടികളുടെയും നയരൂപീകരണ സമിതികളിൽ എത്ര സ്ത്രീകളുണ്ട്? കേരളത്തിലെ ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകൾക്ക് ഈ പാർട്ടികൾ നൽകുന്ന പരിഗണന എത്രത്തോളമാണ്? വോട്ട് ബാങ്കിന് വേണ്ടി സ്ത്രീകളെ തെരുവിലേക്ക് ഇറക്കി മതിൽ കെട്ടിക്കുന്നവർക്ക് അവരെ ഭരണത്തിന്റെ തലപ്പത്തേക്ക് ഇരുത്താൻ എന്താണ് ഇത്ര മടി? BJP ശ്രീലേഖയെ പോലെയുള്ള കരുത്തുറ്റ വനിതയെ വട്ടിയൂർക്കാവ് പോലെ ഒരു പ്രധാന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമല്ല, മറിച്ച് സ്ത്രീ ശാക്തീകരണത്തോടുള്ള പാർട്ടിയുടെ നിലപാടാണ്. ഇടതുപക്ഷത്തിന്റെ പൊള്ളയായ സമത്വവാദം കേവലം പ്രസംഗങ്ങളിൽ മാത്രമാണ്. പാർട്ടിക്കുള്ളിലെ സ്ത്രീ പീഡന പരാതികൾ സ്വന്തം നിലയ്ക്ക് പരിഹരിക്കാൻ കോടതി ചമയുന്നവരാണ് കേരളം ഭരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ശ്രീലേഖയുടെ പ്രവേശനം പ്രസക്തമാകുന്നത്. അവർക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ BJP എന്ന വലിയ പ്ലാറ്റ്ഫോം കരുത്തു നൽകുകയാണ്. ലവ് ജിഹാദ് എന്നത് സംഘപരിവാർ അജണ്ടയാണെന്ന് ഇത്രയും കാലം നമ്മളെ വിശ്വസിപ്പിച്ചവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ. ഒരു മുൻ DGP തന്നെ ഇക്കാര്യം പറയുമ്പോൾ അതിന് കൃത്യമായ തെളിവുകളുടെയും ഫയലുകളുടെയും പിൻബലമുണ്ട്. എന്താണ് ലവ് ജിഹാദിന്റെ കേരള മോഡൽ? ഇവിടെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വലയിലാക്കുന്നത് കേവലം വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല, അത് ആസൂത്രിതമായ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. പ്രണയത്തിലാകുന്ന പെൺകുട്ടിയുടെ പേരും മതവും വിശ്വാസവും മാറ്റും. പിന്നെ സ്വന്തം കുടുംബത്തിനെതിരാക്കി പെൺകുട്ടികളെ മാറ്റുന്നു, അതായത് ബ്രെയിൻ വാഷ് ചെയ്യും. കേരളത്തിൽ നിന്നും കാണാതായ പെൺകുട്ടികൾ എങ്ങനെയാണ് സിറിയയിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ ISIS ക്യാമ്പുകളിലെത്തി? ഇതിനുത്തരം നൽകാനായി സർക്കാരിന് കഴിയുന്നുണ്ടോ? നിമിഷ ഫാത്തിമയെ പോലെയുള്ള നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ശ്രീലേഖ പറയുന്നു തന്റെ സർവീസ് കാലയളവിൽ ഇത്തരം നിരവധി കേസുകൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അന്ന് പലതും പുറം ലോകം അറിഞ്ഞിട്ടില്ല. വോട്ട് ബാങ്ക് തകരുമെന്ന് പേടിച്ച് കേരളത്തിലെ പ്രധാന പാർട്ടികൾ ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനം കുറ്റകരമാണ്. അടുത്ത കാലത്ത് കേരളം ചർച്ച ചെയ്ത മൊണാലിസ എന്ന പെൺകുട്ടിയുടെ കാര്യം നോക്കാം. കുംഭമേളയിലെ വൈറൽ താരമായി ലോകമറിഞ്ഞ ആ പെൺകുട്ടിക്ക് 18 വയസ്സ് പോലും തികഞ്ഞിരുന്നില്ല. നിയമപരമായി വിവാഹപ്രായം എത്തുന്നതിന് മുമ്പേ ഒരു മുസ്ലിം യുവാവുമായി അവളെ വിവാഹം കഴിപ്പിക്കാൻ നമ്മുടെ ഭരണകൂടം കാണിപ്പിച്ച ആ ഒരു ധൃതി നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇതിനെയാണ് ഇവിടുത്തെ സാംസ്കാരിക നായകർ പ്രണയ വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഒരു ഹിന്ദു പെൺകുട്ടി മതപരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അത് ആഘോഷമാക്കുന്നവർ ഇതിന് പിന്നിലെ ചതിക്കുഴികൾ കാണുന്നേയില്ല. 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുന്നതിന് പകരം അവളെ മറ്റൊരു മതവിഭാഗത്തിന് കൈമാറാൻ കൂട്ടുനിന്ന സർക്കാരും പോലീസും നമ്മുടെ മന്ത്രിയും കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തോടും സ്ത്രീ സമൂഹത്തോടും ചെയ്തത് വലിയ ക്രൂരതയാണ്. ഇത്തരം പ്രവണതകൾക്ക് ഭരണകൂടം പരോക്ഷമായി പിന്തുണ നൽകുന്നു എന്ന ശ്രീലേഖയുടെ ആരോപണം ഇവിടെ ശരിയാകുന്നു. ശ്രീലേഖ ഉന്നയിച്ച മറ്റൊരു പ്രധാന വിഷയം സൈബർ ഇടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷയാണ്. ഇന്ന് കേരളത്തിൽ ഒരു സ്ത്രീക്ക് മാന്യമായി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ? ദേശീയതയെക്കുറിച്ചോ ഹിന്ദു ധർമ്മത്തെക്കുറിച്ചോ സംസാരിക്കുന്ന പെൺകുട്ടികളെ സൈബർ ഗുണ്ടകൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഞാൻ പോലും ഇത്തരത്തിൽ ഇഷ്ടംപോലെ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. അശ്ലീല കമന്റുകളും ഭീഷണികളും കൊണ്ട് അവരെ നിശബ്ദരാക്കാമെന്നാണ് അവരുടെ വിചാരം. പോലീസ് സംവിധാനം ഈ സൈബർ ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ്. കാരണം ഈ ക്രിമിനലുകളിൽ ഭൂരിഭാഗവും ഭരണകക്ഷിയുടെ സൈബർ പോരാളികളാണ്. പെൺകുട്ടികൾ ചതിയിൽ പെടുന്നത് തിരിച്ചറിഞ്ഞ് രക്ഷിക്കണമെന്ന് മാതാപിതാക്കൾ തന്നെ ആവശ്യപ്പെടുമ്പോൾ അവരെ വർഗീയവാദികളായി
ചിത്രീകരിക്കുന്ന വിചിത്രമായ രീതിയാണ് കേരളത്തിലുള്ളത്. നമ്മുടെ രാജ്യം ഭാരതം ഇന്ന് ലോകശക്തിയായി വളരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സുരക്ഷിതമാണ്. എന്നാൽ ഇന്ത്യയുടെ ഉള്ളിൽ നിന്ന് തന്നെ രാജ്യത്തെ തകർക്കാനായി ശ്രമിക്കുന്ന ശക്തികളുടെ ഹബ്ബായിട്ട് കേരളം മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലവ് ജിഹാദ് എന്നത് കേവലം ഒരു മതപരമായ വിഷയമല്ല, അത് ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. വിദേശത്ത് നിന്നും വരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ഇവിടെ മതപരിവർത്തന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. യുവാക്കളെയും പെൺകുട്ടികളെയും ലക്ഷ്യമിട്ട് സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സത്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ആർ ശ്രീലേഖയെ നമ്മൾ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. അല്ലാതെ വിവാദം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല. അവർ പറഞ്ഞതിൽ കഴമ്പുണ്ടെങ്കിൽ അവരെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. കാരണം അവർക്ക് രാഷ്ട്രീയ ലാഭത്തെക്കാൾ വലുത് ഈ നാടിന്റെ സുരക്ഷയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ടും കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെട്ടോ? ഇല്ല. വാളയാറിൽ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ? വന്ദേ ഭാരത് പോലെയുള്ള വികസനങ്ങളെ എതിർക്കുന്നവർ ലവ് ജിഹാദ് പോലെയുള്ള വിനാശകരമായ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. BJP മുന്നോട്ട് വെക്കുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന നയമാണ്. അതോടൊപ്പം ഓരോ ഭാരതീയന്റെയും സുരക്ഷയും ഉറപ്പാക്കുന്നു. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ലവ് ജിഹാദിനെതിരെ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നത് BJP സർക്കാരാണ്. കേരളത്തിലും അത്തരമൊരു നിയമം അനിവാര്യമാണ്. നമ്മുടെ പെൺകുട്ടികളെ സിറിയയിലേക്ക് കയറ്റി അയക്കാതിരിക്കാൻ, നമ്മുടെ സംസ്കാരം സംരക്ഷിക്കാൻ ശക്തമായ ഒരു നിയമനിർമ്മാണം BJPക്ക് മാത്രമേ സാധിക്കൂ. ആർ ശ്രീലേഖ എന്ന മുൻ DGP ഉയർത്തിയ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെയും കൂടിയാണ്. നിങ്ങളുടെ മക്കൾ സുരക്ഷിതരാണോ? നിങ്ങളുടെ വീടിന്റെ ഉമ്മറപ്പടിക്കപ്പുറത്ത് ഒരു കെണിയൊരുക്കി ചിലർ കാത്തിരിക്കുന്നുണ്ടോ? സത്യം വിളിച്ചു പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്ന കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരം മാറണം. BJP സ്ഥാനാർത്ഥിയായി ശ്രീലേഖ മത്സരിക്കുമ്പോൾ അത് അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ തുടക്കമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കണം. ലവ് ജിഹാദിനും സ്ത്രീവേട്ടയ്ക്കും ഭരണകൂടത്തിന്റെ ഒത്താശയ്ക്കും എതിരായി നമ്മൾ ഒന്നിക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചരിത്രത്തിലെ ഒരു നിർണായകമായ സന്ധിയിലാണ്. ആർ ശ്രീലേഖ എന്ന മുൻ DGP ഉയർത്തിയ ഈ വെല്ലുവിളികൾ കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രസംഗമായി കരുതരുത്, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പാണ്. ഇത്രയും കാലം നമ്മൾ എന്തിനെയാണോ ഭയപ്പെട്ടിരുന്നത്, എന്തിനെക്കുറിച്ചാണോ മാതാപിതാക്കൾ രഹസ്യമായി കണ്ണീർ വാർത്തത്, അതിന്ന് കേരളത്തിന്റെ തെരുവുകളിൽ പരസ്യമായി സത്യമായി മാറിയിരിക്കുന്നു. വോട്ട് ബാങ്കിന് വേണ്ടി സ്വന്തം നാടിന്റെ സുരക്ഷ പണയം വെക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ നമുക്ക് വേണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒരു പെൺകുട്ടി ചതിക്കപ്പെടുമ്പോൾ, ഒരു കുടുംബം തകർക്കപ്പെടുമ്പോൾ അവിടെ തോൽക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് നമ്മുടെ സാംസ്കാരിക കേരളമാണ്. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നത് പോലെ കർശനമായ മതസ്വാതന്ത്ര്യ നിയമങ്ങൾ, ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട്സ് കേരളത്തിൽ വരാത്തത്? എന്തുകൊണ്ടാണ് ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രം ഇവിടെയുള്ള പുരോഗമനവാദികൾക്ക് മതേതരത്വം ഇങ്ങനെ അപകടത്തിലാകുന്നത്? ഇതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: പ്രീണന രാഷ്ട്രീയമാണ്. പ്രീണനം മാത്രമാണ്. മതമാണ് വലുത്, മതമാണ് പ്രശ്നം എന്ന് പറയുന്നവരുടെ നാടാണിത്. ഈ പ്രീണന രാഷ്ട്രീയത്തിന് ഇരകളാകുന്നത് നമ്മുടെ സഹോദരിമാരും മക്കളുമാണ്. സൈബർ ഇടങ്ങളിൽ വേട്ടയാടപ്പെടുന്ന സ്ത്രീകൾക്കും നീതി ലഭിക്കാത്ത ഇരകൾക്കും ഏക പ്രതീക്ഷ ഇന്ന് BJPയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുമുള്ള കേന്ദ്ര സർക്കാരുമാണ്. ഭാരതത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ, കേരളത്തെ തീവ്രവാദികളുടെയും മനുഷ്യക്കടത്തുകാരുടെയും താവളമാകാതിരിക്കാൻ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഇത് വെറുമൊരു വോട്ടല്ല, ഇത് കേരളത്തിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. ആർ ശ്രീലേഖയെ പോലെയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്നതിന്റെ തെളിവാണ്. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ, നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകുക. അപ്പോൾ ഈ വീഡിയോ കണ്ടു തീർക്കുമ്പോൾ ഇത് മറ്റൊരാളിലേക്ക് കൂടി എത്തിക്കാനായി നിങ്ങൾ മടിക്കരുത്. കാരണം നിങ്ങളുടെ ഒരു ഷെയർ ഒരുപക്ഷെ ഒരു കുടുംബത്തെ തന്നെ വലിയൊരു ചതിക്കുഴിയിൽ നിന്നും രക്ഷിച്ചേക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.